കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. ഒരു രാത്രി കൂടെ ദൈവവചനവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കാനിടയായതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. റാപ്ചർ എന്നുള്ള വിഷയത്തിൻ്റെ ഒടുവിലത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. റാപ്ചറിനെ സംബന്ധിച്ച് 25 വാക്യങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത് എന്ന് നമുക്ക് ഓർക്കാനായിട്ട് കഴിഞ്ഞു. ആ വാക്യങ്ങളൊക്കെ മുൻപിലത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ തെളിവായി പറയുന്ന 5 വാക്യങ്ങളിൽ 3-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ വിശദമായ പഠനത്തിന് തയ്യാറാകുന്നത്. അത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾക്കാം. 1 തെസ്സലോനിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 13 to 18. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഇവിടെ ഈ വേദഭാഗത്തിൽ നാം അറിയണം എന്ന് പൗലോസ് 4 സുപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വേദഭാഗമായതുകൊണ്ട് അധികം വിസ്തരിക്കാതെ നിങ്ങൾക്കത് മനസ്സിലാകും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിവേഗത്തിൽ ആ കാര്യങ്ങൾ പറയുകയാണ്. 1, നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ഇവിടെ നിദ്ര കൊള്ളുന്നവരെന്ന് പറയുന്നത് മരിച്ച ആളുകളെക്കുറിച്ച് പറയുകയാണ്. നമുക്കറിയാം, പുരാതന കാലത്തിലാണെങ്കിലും നാം എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിലാണെങ്കിലും മരണം എന്ന് കേൾക്കുമ്പോൾ അത് എല്ലാറ്റിൻ്റെയും അവസാനമാണ് എന്നാണ് പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. മരണം ഒരു നിദ്രയാണ്. നിദ്ര കൊള്ളുന്നവരൊക്കെ ഉണരും. മരിച്ചവർ ഉണരും എന്ന് പറഞ്ഞാൽ അത് ലോകത്തിന് വിശ്വസിക്കാൻ, ആ വാക്കിൽ നിന്ന് വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. എന്നാൽ നിദ്ര കൊള്ളുന്നവർ, ഉറങ്ങുന്നവർ ഉണരും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ കർത്താവ് തന്നെയാണ് ഈ വാക്ക് ആദ്യമായി പറയുന്നത്. ലാസർ മരിച്ചപ്പോൾ എല്ലാവരും ലാസറിൻ്റെ ചരിത്രം അവസാനിച്ചു എന്ന് കരുതി നിരാശയോടും ദുഃഖത്തോടും കണ്ണുനീരിൻ്റെ അനുഭവത്തോടും കൂടെ കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്: നമ്മുടെ സഹോദരനായ ലാസർ നിദ്ര കൊള്ളുന്നു, ഞാൻ അവനെ ഉണർത്തുവാനായിട്ട് പോകുന്നു. അത് മരണത്തിൻ്റെ അനുഭവത്തിലേക്ക് പോയവർക്ക് അവർക്കതിൽ നിന്ന് ഒരു പുനർജീവിതമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പദപ്രയോഗമാണ് നിദ്ര എന്ന പദപ്രയോഗം. അത് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് പൗലോസ് പറയുകയാണ്. രണ്ടാമത് പറയുന്നത് നിദ്ര കൊണ്ടവർ യേശുക്രിസ്തു ജീവിച്ചെഴുന്നേൽക്കുന്നതുപോലെ ജീവിച്ചെഴുന്നേൽക്കുമെന്നും നാം അറിയാതിരിക്കരുത്. 14-ാം വാക്യം അവിടെ പറയുന്നത് യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, അവിടെ ജീവിച്ചെഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽക്കുക എന്ന അർത്ഥത്തിലാണ്. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അങ്ങനെ തന്നെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ തന്നെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ അതിന് ഉറപ്പ് നൽകുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. അതൊരു ചരിത്ര യാഥാർത്ഥ്യമാണല്ലോ. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് ലോകത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പുനരുത്ഥാനമാണ്. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഈ ലോകത്തിൽ തന്നെ ജീവിച്ചിരുന്നയാളാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവൻ്റെ ശിഷ്യന്മാരത് കണ്ടതാണ്. 500-ലധികം പേർക്ക് കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പ്രത്യക്ഷനായതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് കർത്താവ് യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതുപോലെ നിദ്ര കൊണ്ടവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ കാര്യം നാം അറിവുള്ളവരായിരിക്കണം എന്ന് 14-ാം വാക്യത്തിൽ പറയുന്നു. മൂന്നാമത് പറയുന്നത് നാം അറിവുള്ളവരാകേണ്ട മൂന്നാമത്തെ കാര്യം അവിടെ പറയുന്നത്
നിദ്ര കൊള്ളാത്തവർ അല്ലെങ്കിൽ മരിക്കാത്ത ആളുകൾ കർത്താവിൻ്റെ വരവിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര കൊണ്ടവരോട് ഒരുമിച്ച് ആകാശത്തിലേക്ക് പോകും. അവിടെ വായിക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. അപ്പോൾ ഇന്ന് നമ്മൾ മരിക്കാത്ത ആളുകൾ ഇന്നാണ് കാഹളം ധനിക്കുന്നെങ്കിൽ നമ്മളാരും മരിച്ചിട്ടില്ല. എന്നാൽ മരിച്ച ആളുകൾ ഉയർത്തെഴുന്നേറ്റ് അവരെ കണ്ടുകൊണ്ട്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നാം ആകാശമേഘങ്ങളിലേക്ക് കരയേറിപ്പോകും എന്ന് വളരെ ശക്തമായി അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവോട് പറയുകയാണ്. അത് വലിയൊരു പ്രത്യാശ നമുക്ക് ദൈവം നൽകുകയാണ്. യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ നമ്മൾ അറിവുള്ളവരായിരിക്കണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. അടുത്ത് ഈ വേദഭാഗം പഠിപ്പിക്കുന്ന 16 മുതൽ 18 വരെയുള്ള വാക്യം എങ്ങനെയാണ് നാം സ്വർഗത്തിലേക്ക് പോകുന്നത് എന്നുള്ളതും നാം അറിഞ്ഞിരിക്കണം. അപ്പോഴൊന്ന്, നാം നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിയണം. അവർക്കെന്താണ് സംഭവിക്കുന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയണം. 2, നിദ്ര കൊണ്ടവർ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ പോലെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യം നാം അറിയണം. നാം നിദ്ര കൊണ്ടില്ലെങ്കിലും ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ കർത്താവ് വന്നാൽ നിദ്ര കണ്ടവരോട് ഒരുമിച്ച് നമ്മൾ ആകാശമേഘങ്ങളിലേക്ക് പോകും എന്ന് നാം അറിയണം. മറ്റൊന്ന്, എങ്ങനെയാണ് നാം സ്വർഗത്തിലേക്ക് പോകുന്നത് എന്നും നാം അറിയണം. ഇവിടെ അതിനോട് ബന്ധപ്പെട്ട് 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അതിലൊന്ന്, കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോഴാണ് സഭ ഭൂമിയിൽ നിറക്കപ്പെടുന്നത്. ഇവിടെ വായിക്കുന്നു കർത്താവിൻ്റെ ഗംഭീരനാദം. എന്താണ് ഈ ഗംഭീരനാദം എന്ന് പറയുന്നത്? കലേസ്മ എന്ന് പറയുന്ന ആ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഒരു രാജാവോ സേനാധിപതിയോ നൽകുന്ന കമാൻഡ് അല്ലെങ്കിൽ ആജ്ഞ എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ ഗംഭീരനാദം എന്ന് പറയുന്നത്, അതിന് 3 നിലയിലുള്ള ആശയങ്ങൾ ആളുകൾ പറയാറുണ്ട്. ഒന്ന്, സഭയെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കുവാൻ ഇവിടെ കയറി വരിക എന്നുള്ള പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഗംഭീരനാദം. 2, മരിച്ചവരെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ശബ്ദമാണ് ഗംഭീരനാദം. 3, ഈ റാപ്ചറിൻ്റെ അല്ലെങ്കിൽ ഉൽപ്രാവണ സമയത്ത് അതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദൂതന്മാർക്ക് കർത്താവ് കൊടുക്കുന്ന ആജ്ഞയാണ് ഗംഭീരനാദം. എന്നാൽ ഇവിടെ തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, മരിച്ചവർ കേൾക്കുന്ന ഒരു ശബ്ദമാണ് ഗംഭീരനാദമെന്ന് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നത് കല്ലറയിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കും. കല്ലറയിലുള്ളവരെല്ലാവരും എന്ന് പറയുമ്പോൾ അത് വിശ്വാസികൾ മാത്രമല്ല, ലോകത്തിലുള്ള മരിച്ചുപോയവർ മുഴുവൻ അവൻ്റെ ശബ്ദം കേൾക്കും. എപ്പോഴാണ് കേൾക്കുന്നത്? അടുത്ത വാക്യത്തിൽ 29-ാം വാക്യത്തിൽ പറയുന്നത്, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും. എപ്പോഴാണ് മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്? പുനരുത്ഥാന സമയത്താണ്. 2 പുനരുത്ഥാനത്തെക്കുറിച്ച് ആ വാക്യത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, നന്മ ചെയ്തവർ ജീവനായിട്ടുള്ള പുനരുത്ഥാനം. 2, തിന്മ ചെയ്തവർ ന്യായവിധിക്കായിട്ടുള്ള പുനരുത്ഥാനം. വെളിപ്പാട് ദിവസം 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമാണ് എന്ന് പറയുമ്പോൾ, ആ ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത് നന്മ ചെയ്തവരുടെ പുനരുത്ഥാനമാണ്. എന്താണ് ഈ നന്മയെന്ന് പറയുന്നത്? ചില ക്രൈസ്തവ സഭകൾ പഠിപ്പിക്കുന്നത് ഇവിടെ നന്മ ചെയ്യുക എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തനമാണ്. ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ സ്വർഗത്തിൽ പോകുമെന്നാണ് പറയുന്നത്. മദർ തെരേസ ചെയ്ത നിരവധിയായ സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട്. ആ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ സ്വർഗത്തിൽ പോകും. അതുകൊണ്ട് ക്രൈസ്തവ മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും വിശ്വസിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്. അതുകൊണ്ട് നന്മ പ്രവർത്തിച്ചെങ്കിലേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്നാണ് പറയുന്നത്. വേദപുസ്തകം പഠിപ്പിച്ചാൽ നമുക്കറിയാം. എഫേസ്യലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്ന, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാലും വിശ്വാസത്താലുമാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ടാണ്
പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ച് സൽപ്രവർത്തികളെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതിൻ്റെ താഴോട്ടുള്ള വാക്യം വായിച്ചാൽ നാം ക്രിസ്തുവേശുവിൽ സൽപ്രവർത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തുവേശുവിൽ നാം സൽപ്രവർത്തികൾക്കായി രക്ഷിക്കപ്പെട്ടു. നമ്മൾ വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച എല്ലാവരും വാസ്തവത്തിൽ ഈ ലോകത്തിൽ നന്മ പ്രവൃത്തി ചെയ്യേണ്ടവരാണ്. അപ്പോൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി അല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത്, രക്ഷിക്കപ്പെട്ടവരാണ് നല്ല പ്രവൃത്തികൾ ചെയ്യേണ്ടത് എന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യം പഠിപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇത് പൊതുവെ കേൾക്കുമ്പോൾ ആളുകൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 28-20, ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 28 and 29. അവിടെ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചിലർ ചോദിക്കുകയാണ്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികൾ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം? ഇത് ലോകത്തിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണല്ലോ. 29-ാം വാക്യത്തിൽ യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്താലേ സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് യഹൂദന്മാർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലാണ് സ്വർഗത്തിൽ പോകാൻ കഴിയുന്നതാണ് അവർ വിശ്വസിച്ചത്. ആ ചോദ്യം കർത്താവിന് മനസ്സിലായി. കർത്താവ് പറഞ്ഞത് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ പര്യാപ്തമായ പ്രവൃത്തി എന്ന് പറയുന്നത് അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ പല ആവർത്തി ഞാൻ പറഞ്ഞൊരു വാക്യമാണ്. ആ വാക്യം നമുക്കറിയാം. യേശുവിനെ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. പുതിയ നിയമത്തിൽ ഉടനീളം പഠിപ്പിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പം വചനമെന്ന് രക്ഷയെന്ന് പറയുന്നത് വിശ്വാസത്താലാണ്. അത് പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇനി ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പൗലോസ് വ്യക്തമായി തെളിയിക്കുകയാണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല. 3-ാം അധ്യായത്തിന് 11-ാം വാക്യം, ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അപ്പം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലാണ് സ്വർഗത്തിൽ പോകുന്നതെന്ന് വിശ്വസിക്കുന്ന യഹൂദന്മാരോട് ആ സമൂഹത്തോട് തീർത്തു പറയുകയാണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ല. പഴയ നിയമ വിശുദ്ധന്മാരായാലും പുതിയ നിയമ വിശുദ്ധന്മാരായാലും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലോ ആചാരങ്ങളാലോ നീതീകരിക്കപ്പെടുകയില്ല, വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുകയാണ്. എന്നിട്ട് 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇവിടെ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ ആരംഭകർത്താവായ അല്ലെങ്കിൽ ആരിൽ നിന്നാണോ ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടായത് അവരുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ കുറിച്ച് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. എന്താണ്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ അബ്രഹാം എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ പൂർവ്വപിതാവായ അബ്രഹാം എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? അവൻ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ടാണ് നീതീകരിക്കപ്പെട്ടത്. ഹാബേൽ എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? വിശ്വാസത്താൽ ഹാബേൽ കയ്യിൻ്റെയിലും ഉത്തമമായ യാഗം കഴിച്ചു. അപ്പോൾ കയ്യിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാഞ്ഞതും ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചതും എന്താണ്? അതിൽ വിശ്വാസമുണ്ടായിരുന്നു. എന്താണ് ആ വിശ്വാസം എന്ന് പറയുന്നത്? നമ്മൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ്റെ നഗ്നത മാറ്റാൻ ദൈവം ഒരു മൃഗത്തിൻ്റെ തോലെടുത്തപ്പോൾ അവിടെ അറുത്തത് ഒരാട്ടിൻകുട്ടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഏദൻ തോട്ടത്തിൽ അറുക്കപ്പെട്ട ആട്ടിൻകുട്ടി മുതൽ ഇസ്രായേൽ ജനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം വരെ അറുക്കപ്പെട്ട സകല ആട്ടിൻകുട്ടികളും കാളക്കിടാങ്ങളും കുറിപ്രാവുകളും എല്ലാം ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ നിഴലാണ്. അവിടെ പറഞ്ഞിരിക്കുക, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ പഴയ വിശുദ്ധന്മാർ ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കുന്ന രക്ഷാപദ്ധതിയെ സംബന്ധിച്ച് ഭാവി കാലത്തിലേക്ക് നോക്കിയാണ് അവർ യാഗമർപ്പിച്ചത്. അതാണ് ആ യാഗത്തിൽ വിശ്വാസമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരങ്ങനെ യാഗമർപ്പിച്ചതിൽ വിശ്വാസത്തോടുകൂടെ യാഗമർപ്പിച്ചവരാണ് നീതീകരിക്കപ്പെട്ടത്. ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യേ അന്നും ഇന്നും രണ്ടു കൂട്ടം ആളുകളുണ്ട്. ഒന്ന് ഈ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പഴയ നിയമത്തിലും ഇന്നും പുതിയ നിയമത്തിൽ നമുക്കറിയാമല്ലോ, 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് നാളിൽ 3000-ഓളം പേര് രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായവർ യഹൂദന്മാരാണ്. ആദ്യത്തെ 120 പേരും യഹൂദന്മാരാണ്. അപ്പോൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ് ദൈവം മക്കളെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
7-ാം വാക്യം ഗലാത്യ ലേഖനം 3:7 അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കൾ. പുതിയ നിയമ വിശ്വാസികളായാലും പഴയ നിയമ വിശ്വാസികളാണെങ്കിലും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരാണ് അബ്രഹാമിൻ്റെ മക്കളെന്ന് പറയുകയാണ്. എന്നിട്ട് 2-ാം അധ്യായത്തിന് ഗലാത്യർ 2:16 ഇങ്ങനെ പറയുന്നു, നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്, യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയിലുള്ള വിശ്വാസത്താലാണ് ഒരു വ്യക്തി ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ സുവിശേഷ പ്രവർത്തനം നടത്തിയപ്പോൾ ചില പ്രിയപ്പെട്ടവർക്ക് എങ്ങനെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ കഴിഞ്ഞു. അത് വിശ്വാസത്താൽ ദൈവം അവർ ചെയ്യുന്ന അതിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലാണ് നടക്കുന്നത്. എഫേസ്യർ വായിക്കുമ്പോൾ കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞിട്ട് അവിടെ താഴെ പറയുന്ന അതിനും നിങ്ങൾ കാരണമല്ല എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് നിങ്ങൾ കാരണമല്ല. കൃപയാൽ വിശ്വാസത്താൽ ഒരാൾ ഈ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. അത് വളരെ വ്യക്തമായി നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം വായിക്കുമ്പോൾ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ഇവിടെ കർത്താവ് പറഞ്ഞ പുനരുത്ഥാനത്തിൽ നന്മ ചെയ്തവർ ജീവനായും എന്നുള്ള പുനരുത്ഥാനം ദൈവമക്കളുടെ പുനരുത്ഥാനമാണ്. ആ പുനരുത്ഥാനം എന്ന് പറയുന്നത് യേശുവിൽ വിശ്വസിച്ച രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പുനരുത്ഥാനമാണ്. ആ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമാണ്. അതാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. 29-ാം വാക്യം വായിക്കുമ്പോൾ തിന്മ ചെയ്തവർ ന്യായവിധിക്കായിട്ട് പുനരുത്ഥാനം ചെയ്യുന്നു പറയുന്നത് ഒടുവിലത്തെ പുനരുത്ഥാനം. അപ്പോൾ എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയായ അവൻ അയച്ചവനിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന നന്മ. അങ്ങനെ വിശ്വസിച്ചവർ ദൈവമക്കളാണ്. അവർ ജീവൻ്റെ പുനരുത്ഥാനത്തിലല്ലേ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാണ്. ഇനി രണ്ടാമത്തെ പുനരുത്ഥാനം അല്ലെ ഒടുക്കത്തെ പുനരുത്ഥാനം എന്ന് പറയുന്ന ന്യായവിധിയുടെ പുനരുത്ഥാനം തിന്മ ചെയ്തവരുടെ പുനരുത്ഥാനമാണ്. എന്താണ് തിന്മ? നമുക്കറിയാം, ഈ ലോകത്തിൽ മനുഷ്യൻ ചെയ്ത ഒരു പാപത്തിനും ഇനി അവനെ ശിക്ഷിക്കാനായിട്ട് ദൈവത്തിന് സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? ഈ ലോകത്തിലുള്ള സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരമാണ് ക്രിസ്തു വരുത്തിയത്. അതുകൊണ്ടാണ് ഏത് കള്ളനും കൊള്ളക്കാരനും എന്ന് മാനസാന്തരപ്പെട്ടാൽ ദൈവമകനാകാൻ പറ്റുന്നത്. മാനസാന്തരപ്പെട്ടാൽ, പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ, ഒരു പുതുജീവിതത്തിനു വേണ്ടി ആഗ്രഹിച്ചാൽ, എത്ര കഠിനമായ പാപങ്ങൾ ചെയ്ത് കിടക്കുന്നവരാണെങ്കിലും, ഇവിടെ ജയിലിൽ കിടക്കുന്ന ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന അതിഭീകരനായ ഒരുത്തനുണ്ടല്ലോ, അവൻ പോലും നാളെ മാനസാന്തരപ്പെട്ട് അവൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തെങ്കിലേക്ക് വന്നാൽ അവനോട് കർത്താവ് ക്ഷമിക്കാൻ തയ്യാറാണ്. ഒരുപക്ഷെ കോടതി അവനോട് ക്ഷമിക്കത്തില്ലെങ്കിലും കർത്താവ് ക്ഷമിക്കാൻ തയ്യാറാണ്. കാരണം അവൻ്റെ കൂടെ പാപത്തിൻ്റെ പരിഹാരമാണ് ക്രിസ്തു ക്രൂശിന്മേൽ വരുത്തിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് മനുഷ്യൻ ന്യായം വിധിക്കപ്പെടുന്നത്? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യം 11 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഏറ്റവും ഒടുവിൽ പറയുന്നൊരു വാക്കുണ്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുകയെ തള്ളിയിടും. എങ്ങനെയാണ് ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത്? ഈ കർത്താവിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു ദൈവവേദൻ്റെ പേര് സ്വർഗത്തിൽ പിതാവായ ദൈവം ഏറ്റുപറയും. കർത്താവ് പറഞ്ഞു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏത് വ്യക്തിയുടെയും കാര്യം സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. ഒരു ദൈവദാസൻ നിങ്ങളുടെ ഭവനത്തിൽ വന്ന്, അല്ലെ ഒരു കൺവെൻഷന് അല്ലെങ്കിൽ ഒരു പരസ്യയോഗത്തിന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുമ്പോൾ ആ ദൈവവചനം കേട്ട് നിങ്ങൾ വിശ്വസിച്ച് കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേര് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവ് ഏറ്റുപറയും. അങ്ങനെ ഏറ്റുപറയുമ്പോൾ ദൈവത്തിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരുടെ പുനരുത്ഥാനമാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. അത് വിശ്വാസത്താൽ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞവർക്കാണ് സാധിക്കുന്നത്. ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും ഈ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങും മുമ്പ്, ഇന്ന് കൃപയുടെ ശബ്ദം മുഴങ്ങുന്ന ഈ സമയത്ത് ഈ സുവിശേഷം കേട്ട് നിത്യജീവൻ പ്രാപിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യഫലം ക്രിസ്തു, അതാണ് യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം ചിന്തിച്ചല്ലോ. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ്. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. അപ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, ഒന്ന്
ആദ്യഫലം ക്രിസ്തു, അത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നടന്നു കഴിഞ്ഞു. ഇനി രണ്ടാമത് ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ, അത് പൊതുവെ നമ്മൾ വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് റാപ്ചർ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിൽ സഭയുടെ ഉൽപ്രാവണം, സഭ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, ദൈവസഭയുടെ, ക്രിസ്തുവിൻ്റെ സാർവത്രിക സഭയുടെ അംഗങ്ങളായിത്തീർന്ന, ക്രിസ്തുവിൻ്റെ പ്രാദേശിക സഭകളുടെ അംഗങ്ങളായിത്തീർന്നവർ കാഹളം ധ്വനിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അത് ഈ ക്രിസ്തുവിൻ്റെ വരവിലുള്ള ഒരു പുനരുത്ഥാനമാണ്. ഇനി കർത്താവിൻ്റെ വരവിന് രണ്ട് ഭാഗമുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ ആദ്യത്തെ ഭാഗമാണ് മധ്യാകാശത്തിൽ വരുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് മധ്യാകാശത്തിൻ്റെ വരവിൽ സഭ മാത്രമാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് എന്നാണ്. അല്ലാതെ വിശ്വസിക്കുന്നവരുകൊണ്ട് എനിക്ക് അവരോട് യാതൊരു പരാതിയില്ല. രണ്ടാമത്തെ പുനരുത്ഥാനം, അല്ലെങ്കിൽ ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തിലുള്ള രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പാണ്. അതായത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ മഹാപീഡനത്തിന് ശേഷം. നമ്മൾ വെളിപ്പാട് ദിവസം 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല എന്നൊരു വാക്യമുണ്ട്. അപ്പം മരിച്ചവർ എന്ന് പറഞ്ഞവർ എന്ന് പറയുന്നത് ഇത് പൊതുവെ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. വിശ്വാസികളെ, ലോകത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ മുഴുവൻ ഉദ്ദേശിച്ചാണ് അവിടെ പറയുന്നത്. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. അപ്പോൾ ദൈവമക്കളുടെ പുനരുത്ഥാനം ഒന്നാം പുനരുത്ഥാനമാണ്. ആ ഒന്നാം പുനരുത്ഥാനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് പഴയ നിയമ വിശുദ്ധന്മാരും മഹാപീഡന വിശുദ്ധന്മാരും എല്ലാം ഉയർത്തെഴുന്നേൽക്കുന്നത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ടു മുമ്പാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ 1000 ആണ്ട് വാഴ്ച യഥാർത്ഥത്തിൽ യഹൂദന്മാരെ സംബന്ധിച്ചുള്ള അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നത്, ആ ഭരണത്തിൽ പ്രധാന പങ്കാളിത്തം വഹിക്കേണ്ടതും യഹൂദൻ ഇസ്രായേലാണ്. അതുകൊണ്ട് അവരുടെ പൂർവ്വപിതാക്കന്മാരെയൊക്കെ, അല്ലെ പഴയ നിയമ വിശുദ്ധന്മാരെയും മഹാപീഡന വിശുദ്ധന്മാരെയും ഒക്കെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് കാണാൻ സാധിക്കും. ഇനി 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് ദൈവമക്കളുടെ പുനരുത്ഥാനമില്ല എന്ന് പറയാൻ കാരണം 1000 ആണ്ട് വാഴ്ചയെ പ്രവേശിക്കുന്നവരെല്ലാം മരണം കൂടാതെ ജീവിക്കുന്നവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്ന സമയത്ത് മരിക്കാതെ നമ്മളെപ്പോലെ ജഡശരീരത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവർ 1000 വർഷം കർത്താവിനോടുകൂടി ജീവിക്കാൻ പോവുകയാണ്. അപ്പോൾ 1000 വർഷം കഴിഞ്ഞാൽ അവർക്ക് മരണമില്ല. കാരണം അവർ പുനരുത്ഥാനം, നമ്മൾ റാപ്ചറിൽ മരിക്കാത്ത നമ്മൾ പിന്നെ രൂപാന്തരപ്പെട്ടു പോകുന്ന പോലെ അവരും രൂപാന്തരപ്പെട്ട് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലേക്കും പോവുകയാണ്. എന്നാൽ ഒടുവിലത്തെ അവസാന ഭരണം, അല്ലെങ്കിൽ രണ്ടാമത്തെ പുനരുത്ഥാനം, അല്ലെങ്കിൽ ഒടുക്കത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാത്തവരുടെ പുനരുത്ഥാനമാണ്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും രക്ഷിക്കപ്പെടാത്തവരാണെങ്കിലും മരിച്ചവർ കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കും എന്നുള്ളത് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഇവിടെ ഗംഭീരനാദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കർത്താവിൻ്റെ ശബ്ദത്തെക്കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, കർത്താവിൻ്റെ ശബ്ദത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ എന്നാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ഗംഭീരനാദം എന്ന് പറയുന്നത് അതിനൊരു താരതമ്യ വാക്ക് പറയാനായിട്ടില്ല. എന്നാൽ എനിക്ക് അത്ഭുതം തോന്നുന്ന കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, കല്ലറയിലുള്ള മരിച്ചവർ പോലും കേൾക്കുന്ന ഈ ശബ്ദം രക്ഷിക്കപ്പെടാത്ത ഒരാൾ പോലും കേൾക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നത് യഥാർത്ഥത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നവർ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദൈവശബ്ദം കേൾക്കാനിടയായി, സുവിശേഷത്തിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴക്കി, അത് നമ്മുടെ ഹൃദയത്തിലേക്കെത്തി, അത് സ്വീകരിച്ച് നമുക്ക് ദൈവമക്കളായി തീരുവാനിടയായതുപോലെ ആയിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഇവിടെ കയറി വരിക എന്നുള്ള നമ്മളോടും ദൈവസഭയോട് പറയുന്ന ആ ശബ്ദം, ആ ഗംഭീരനാദം നമ്മുടെ കാതുകളിൽ മുഴങ്ങാൻ പോകുന്നു എന്നുള്ള ആ ഒരു സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അത് ഒന്ന്, കർത്താവിൻ്റെ ഗംഭീരനാദം റാപ്ചറിൽ സംഭവിക്കുന്നൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രധാന ദൂതൻ്റെ ശബ്ദം. ഇവിടെ പ്രധാന ദൂതൻ ഉദ്ദേശിക്കുന്നത് മീഖായേലാണ്. 2 പ്രധാന ദൂതന്മാരാണ്, ഒന്ന് ഗബ്രിയേലും മീഖായേലും. ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ ദൈവജനത്തിൻ്റെ സംരക്ഷകരായി നമ്മൾ കാണുന്ന ആൾ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് മിഖായേലും മിഖായേലിൻ്റെ കൂടെയുള്ള ദൂതന്മാരുമാണ് ദൈവജനത്തിൻ്റെ സംരക്ഷണം. എന്നാൽ ഗബ്രിയേൽ സന്ദേശവാഹകനാണ്. അതുകൊണ്ട് ഇവിടെ പ്രധാനമായും ദൂതന്മാരുടെ ശബ്ദമെന്നല്ല, പ്രധാന ദൂതൻ്റെ ശബ്ദമെന്നാണ്. അത് മീഖായേലിൻ്റെ ശബ്ദമാണ് എന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. എന്താണ് ഈ മീഖായേലിൻ്റെ പ്രത്യേകത? ഒന്ന്, അവൻ ദൈവജനത്തെ സംരക്ഷിക്കുന്നയാളാണ്. ദാനിയേൽ പ്രവചനം 2:12 വായിക്കുന്നത്, നിന്റെ സ്വജാതിക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ.
പുതിയ നിയമവിശ്വാസികളെ സംബന്ധിച്ച് എബ്രായ ലേഖനം 1:14 രക്ഷ പ്രാപിക്കാനുള്ളവരുടെ സേവകാത്മാക്കൾ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി ദൈവം തൻ്റെ ദൂതന്മാരെ ആക്കിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ആ ദൂതന്മാർ മീഖായേലിൻ്റെ ദൂതന്മാരാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 12:7 മീഖായേലും അവൻ്റെ ദൂതന്മാരും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ദൈവജനത്തിൻ്റെ സംരക്ഷകരായി നിൽക്കുന്ന ആളുകളാണ് മീഖായേലും അവൻ്റെ ദൂതന്മാരും. അതുകൊണ്ട് ആ പ്രധാന ദൂതൻ്റെ ശബ്ദം ദൈവജനത്തെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കുവാനുള്ള ആ ആഹ്വാനം കർത്താവ് പറയുമ്പോൾ ആ ദൂതൻ്റെ ശബ്ദത്തിന് അങ്ങനൊരു നമുക്ക് കാണാൻ സാധിക്കും. 2, സാത്താനോടുള്ള പോരാട്ടം നടത്തുന്നയാളാണ് മീഖായേൽ. യൂദാ 12:9 വായിക്കുന്ന മോശയുടെ ശരീരത്തെക്കുറിച്ച് അവൻ പ്രധാന ദൂതനായി മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിച്ചു വാദിക്കുമ്പോൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവമക്കളുടെ കോടിക്കണക്കിന് ഇന്നൂമറബിളായിട്ടുള്ള ഒരു ജനസഞ്ചയത്തെ ഈ ഭൂമിയിൽ നിന്ന് ആകാശവിധാനത്തിൽ കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അൺസീൻ ഫോഴ്സുകൾ തമ്മിലുള്ളൊരു യുദ്ധമാണ്. അവിടെ മീഖായേലും അവൻ്റെ ദൂതന്മാരും പിശാചിനോട് പടവെട്ടേണ്ടി വരും എന്നുള്ളത് ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് മീഖായേലിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത, 1, അവൻ ദൈവജനത്തെ സംരക്ഷിക്കുന്ന ആളെന്ന നിലയിൽ അവർക്ക് വേണ്ടിയുള്ള ശബ്ദം മുഴക്കുന്നു. 2, സാത്താനുള്ള പോരാട്ടം നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശബ്ദം മുഴക്കുന്നു. മാത്രമല്ല സ്വർഗീയ ദൂതന്മാരുടെ മേലാധികാരി എന്ന നിലയിൽ വെളിപ്പാട് 12:7 ദൂതന്മാർക്ക് കൊടുക്കുന്ന ആജ്ഞാശബ്ദം എന്നതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. മറ്റൊന്ന് ദൈവത്തിൻ്റെ പ്രഖ്യാപനം നമ്മെ അറിയിക്കുക. നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ പിതാവായ ദൈവം യേശു ക്രിസ്തുവിന് കൊടുത്ത ആ സന്ദേശം അവൻ തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ചു യോഹന്നാനോട് പറഞ്ഞു എന്നാണ്. അപ്പം ഈ മീഖായേൽ ദൈവത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഒരു 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 നമ്മളോട് അറിയിക്കുന്നതായിരിക്കാം ഈ ദൂതൻ്റെ ശബ്ദമെന്ന് പൊതുവെ വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ 1, കർത്താവിൻ്റെ ഗംഭീരനാദം; 2, പ്രധാന ദൂതൻ്റെ ശബ്ദം; 3, ദൈവത്തിൻ്റെ കാഹളം. എന്താണ് ദൈവത്തിൻ്റെ കാഹളത്തിൻ്റെ പ്രത്യേകത? 5 പ്രത്യേകതകളുണ്ട്. അതിലൊന്ന്, ദൈവത്തിൻ്റെ കാഹളം ദൈവവിളിയുടെ അടയാളമാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യം, എക്സോഡസ് ചാപ്റ്റർ 19:16-19. അവിടെ വായിക്കുന്ന സീനായി പർവ്വതത്തിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ കാഹള ശബ്ദമുണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കാഹള ശബ്ദം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിളിയുടെ അടയാളമാണ്. 2, ഒരു മഹത്തായ ദൈവീക സംഭവത്തിൻ്റെ തുടക്കം കുറിക്കലാണ്. 1 കൊരിന്ത്യർ 15:52, 1 കൊരിന്ത്യൻ ചാപ്റ്റർ 15:52. അവിടെ വായിക്കുന്നത് അന്ത്യകാഹളത്തെങ്കിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ലോകത്ത് നടക്കാൻ പോകുന്ന അതിപ്രധാനമായൊരു സംഭവമാണ് മരിച്ചവരുടെ ഉയർപ്പ്. ആ ഉയർപ്പിൻ്റെ ആഹ്വാനം മുഴക്കുന്ന ശബ്ദമാണ് വേണ്ടിയാണ് ഈ കാഹളം മുഴക്കുന്നത്. 3, സഭയെ കൂട്ടിച്ചേർക്കുന്ന കാഹള ശബ്ദം. സംഖ്യാപുസ്തകം 10:2 വായിക്കുന്ന ഇസ്രായേൽ ജനത്തെ കൂട്ടിച്ചേർക്കാൻ കാഹളം ഉപയോഗിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവജനത്തെ, ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ദൈവജനത്തെ, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ദൈവജനത്തെ ഒരുമിച്ച് ചേർത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ആഹ്വാനത്തിൻ്റെ കാഹള ശബ്ദമാണിട്ട് അത് നമുക്ക് കാണാൻ സാധിക്കും. 4, വിജയം പ്രഖ്യാപിക്കുന്ന ശബ്ദമാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ എരിഹോ മതിൽ വീണപ്പോൾ കാഹളം മുഴക്കി നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ മേൽ ജയം വരിച്ചുകൊണ്ട് നമ്മൾ ആകാശവിധാനത്തിലേക്ക് കടന്നു പോകുന്നതിൻ്റെ ഒരു വിജയാഹ്ലാദത്തിൻ്റെ ശബ്ദമാണ് ഈ കാഹള ശബ്ദം നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് ന്യായവിധിയുടെ പ്രഖ്യാപനമാണ്. സഭയുടെ റാപ്ചർ, എടുക്കപ്പെടലെന്ന് പറയുന്നത് ലോകത്തിൻ്റെ ന്യായവിധിയുടെ പ്രഖ്യാപനമാണ്. വെളിപ്പാട് പുസ്തകം 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ലോകത്തിൽ മഹാപീഡനത്തിൻ്റെ കാലഘട്ടത്തിൽ 7 കാഹളങ്ങൾ മുഴക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസത്തിൻ്റെ ശബ്ദമാണെങ്കിൽ ലോകത്തെ സംബന്ധിച്ച് അത് ന്യായവിധിയുടെ ശബ്ദമാണ്. നമ്മൾ റാപ്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. 1, കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങുന്നു. 2, പ്രധാന ദൂതൻ്റെ ശബ്ദം കേൾക്കുന്നു. 3, ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങുന്നു. 4 നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ ആ കാര്യം ഓർത്തതാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തും. കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. മാത്രമല്ല, ക്രിസ്തുവിൽ മരിച്ചവർ ഇവിടെ ആദ്യം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഒരു കാര്യം, അത് റാപ്ചറിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ്.
ആറാമത്തെ കാര്യം, ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ രൂപാന്തരപ്പെട്ട്, അത് 1 കൊരിന്ത്യർ 15:52 പറഞ്ഞിരിക്കുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൽ രൂപാന്തരപ്പെടുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ 1 കൊരിന്ത്യർ 15:52 പറഞ്ഞിരിക്കുന്നത് കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായവർക്കും നാം രൂപാന്തരപ്പെടും എന്ന് പറഞ്ഞാൽ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് കർത്താവിൻ്റെ തേജസ്സുള്ള ശരീരത്തിലാണെങ്കിൽ അതേ ശരീരത്തിലേക്ക് നമ്മളും രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടാൻ പോവുകയാണ്. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാം മേഘങ്ങളിൽ എടുക്കപ്പെട്ട് കർത്താവിനോടുകൂടെ എപ്പോഴും ഇരിക്കും. പിന്നെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. നമ്മളിവിടെ ഇന്ന് ഭൂമിയിലും കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ലോകാവസാനത്തോടും എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളുടെ, വേദനകളുടെ എല്ലാ പ്രയാസങ്ങളും നമ്മളോട് കൂടെയുണ്ട്. എന്നാൽ നമുക്ക് ശരീരം കൊണ്ടുവന്ന് കർത്താവിനെ കാണാൻ കഴിയില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മേഘങ്ങളിൽ എടുക്കപ്പെടുന്നിടം മുതൽ പിന്നെ ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി, നിത്യത മുഴുവൻ നമ്മുടെ ആത്മമളവാളനായ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്, അവൻ്റെ മുഖം കണ്ടുകൊണ്ട് അവനോട് ചേർന്ന് നമ്മൾ ജീവിക്കാൻ പോവുകയാണ്. സ്വർഗീയ ആരാധനയെക്കുറിച്ച് ഞാൻ പലപ്പോഴും എൻ്റെ ഭാവനയിൽ ഞാനൊന്ന് കാണാറുണ്ട്. ഭൂമിയിലെ നമ്മുടെ ആരാധനകളിലൊക്കെ പല ന്യൂനതകളും നമുക്കറിയാം. നമുക്ക് മാനുഷികമായ നിലയിൽ നമുക്ക് ഉള്ള കഴിവുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ദൈവം തന്ന കൃപയൊക്കെ അനുസരിച്ചാണ് നമ്മൾ ആരാധിക്കുന്നത്. എന്നാലൊന്ന് ആലോചിച്ച് നോക്കിയേ, കോടിക്കണക്കിന് ലോകത്തുള്ള സകല വിശുദ്ധന്മാരും ഒരുമിച്ച് ചേരുന്ന ആ സ്വർഗീയ യെരൂശലേമിൽ വലിയ സംഗീതനാഥ അകമ്പടികളോടുകൂടെ, സ്വർഗത്തിലും പാട്ടുണ്ട് കേട്ടോ. സ്വർഗത്തിലെ പാട്ട് ചിട്ടയായിട്ടുള്ള പാട്ടാണ്. പാട്ട് പാടാൻ അറിയാവുന്നവരെ കൊണ്ടാണ് ആ പാട്ട് എല്ലാവർക്കും പാടാവുന്ന പാട്ടാണ്. അത് സ്വർഗത്തിൽ ഒരു വലിയ സംഗീതമുണ്ടെന്ന് നമുക്കറിയാം. ആരാധനയുടെ മഹത്വം, ഏറ്റവും വലിയ മഹത്വം, അവൻ്റെ മുഖം കണ്ടുകൊണ്ട് അവനെ ആരാധിക്കാൻ പറ്റും. അവൻ്റെ ദാസന്മാർ അവൻ്റെ മുഖം കാണും, അവർ അവനെ ആരാധിക്കും. അതുകൊണ്ട് ആ സ്വർഗീയ ആരാധന, ആ സ്വർഗീയ കാഴ്ചപ്പാട് നമ്മുടെ ഈ ലോകം കഷ്ടങ്ങളിലേക്ക്, ദുരിതങ്ങളിലേക്കൊക്കെ എത്താൻ പോവുകയാണ്. അതിഭയങ്കരമായ ദുരിതങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ ലോകം ഇനി അനുഭവിക്കാൻ പോകുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കഷ്ടതകളിൽ നിന്നൊക്കെ, മഹാപീഡനത്തിന് മുമ്പ് ലോകം വലിയ ദുരന്തത്തിലേക്ക് എത്താൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് മഹാപീഡനം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ദൈവത്തിൻ്റെ ന്യായവിധി. ഇപ്പോൾ മനുഷ്യനുണ്ടാക്കിയ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ, ഇനി ദൈവം ലോകത്തെ ന്യായം വിധിക്കാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് റാപ്ചർ നടക്കും, സഭയെടുക്കപ്പെടും. നമ്മുടെ കർത്താവിനോട് ചേർന്ന് നമുക്ക് നിത്യത മുഴുവൻ ജീവിക്കാൻ കഴിയും. നമ്മൾ ഈ റാപ്ചറിനെ കുറിച്ചും അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാവണത്തെക്കുറിച്ചും മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുമ്പോൾ, ഈ രണ്ട് സംഭവങ്ങൾക്ക് തമ്മിൽ 9 തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ എഴുതുമ്പോൾ, നിങ്ങളൊരു ബുക്കിലാണ്, പേപ്പറിൽ എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഇടത്ത് സൈഡിൽ 1 തെസ്സലോനിക്കർ 4:16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ താഴെ റാപ്ചർ അല്ലെങ്കിൽ ഉൽപ്രാവണം എന്ന് എഴുതുക. വലത്ത് സൈഡിൽ, ആ പേജിൻ്റെ വലത്ത് സൈഡിൽ വെളിപ്പാട് പുസ്തകം 19:11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിട്ട് ഗ്ലോറിയസ് അപ്പിയറൻസ്, മഹത്വ പ്രത്യക്ഷത എന്ന് എഴുതുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറിച്ചു വെക്കുക, എന്നിട്ടൊന്ന് പരിശോധിക്കുക. അതിൽ റാപ്ചറിൻ്റെ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് 9 കാര്യങ്ങൾ. ഞാൻ വേഗത്തിലൊന്ന് പറയാം. എന്നിട്ട് അതിൻ്റെ വലത്ത് സൈഡിൽ നിങ്ങൾ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചോട് എഴുതിയാൽ മതി. റാപ്ചറിൽ സംഭവിക്കുന്ന 9 കാര്യങ്ങളിൽ 1, കർത്താവ് മധ്യാകാശത്തിൽ വരുന്നു. 2, സഭ മേഘത്തിൽ കർത്താവിനെ എടുക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ മുഖം മധ്യാകാശത്ത് വെച്ച് കാണുന്നു, അല്ലെങ്കിൽ സഭ ക്രിസ്തുവിൻ്റെ മുഖം മധ്യാകാശത്ത് വെച്ച് കാണുന്നു. 3, സഭയുടെ മണവാളനായി ക്രിസ്തു വരുന്നു. അതായത് മണവാട്ടിയായ സഭയെ സ്വീകരിക്കാൻ മണവാളനായി ക്രിസ്തു വരുന്നു. 4, കർത്താവ് സഭയെ എടുക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. 5, വിശ്വാസികൾ ന്യായവിധിയിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്നു. 6, ദൈവമക്കൾക്ക് ഇത് ആശ്വാസത്തിൻ്റെ സംഭവമാണ്. 7, സഭ സ്വർഗത്തിലേക്ക് പോകുന്നു. 8, മഹാപീഡനത്തിന് മുമ്പാണ് സഭ സ്വർഗത്തിലേക്ക് പോകുന്നത്. 9, കർത്താവ് സഭയ്ക്ക് വേണ്ടി മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു, അല്ലെങ്കിൽ മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മളിനി മഹത്വപ്രത്യക്ഷമായിട്ട് താരതമ്യം ചെയ്യാൻ പോവുകയാണ്. ഇത്തരം കാര്യങ്ങൾ എഴുതിയെങ്കിൽ ആ എഴുതിയതിൻ്റെ വലത്തതിൻ്റെ താഴെയല്ല, ആദ്യം പറഞ്ഞ വാക്യത്തിൻ്റെ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 4:16-17 വാക്യത്തിൻ്റെ താഴെയാണ് ഈ 9 കാര്യങ്ങൾ എഴുതേണ്ടത്. ഇനി വലതു ഭാഗത്ത് എഴുതേണ്ട കാര്യങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകും. മഹത്വ പ്രത്യക്ഷതയെ സംബന്ധിച്ച് നമുക്ക് ഒന്നാമത് കാണാൻ പറ്റുന്ന കാര്യം, കർത്താവ് ഭൂമിയിലേക്ക് വരുന്നു. അതായത് റാപ്ചർ നമ്മൾ കണ്ടത്
അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ കർത്താവ് മധ്യാകാശത്തിലാണ് വരുന്നത്. എന്നിട്ടൊരു വരയിട്ടിട്ട് അതിൻ്റെ നേരെ വലത്ത് സൈഡിൽ എഴുതുക, കർത്താവ് ഭൂമിയിലേക്ക് വരുന്നു. 2, റാപ്ചറിൽ സഭ മേഘത്തിൽ മധ്യാകാശത്തിൽ വെച്ചാണ് കർത്താവിൻ്റെ മുഖം കാണുന്നത്. സഭ മാത്രമാണത് കാണുന്നത്, സഭയിലുള്ളവർ മാത്രമാണ് കാണുന്നത്. എന്നാൽ മഹത്വ പ്രത്യക്ഷതയിൽ ഭൂമിയിൽ വസിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ മുഖം കാണും. വെളിപ്പാട് പുസ്തകം 1:7 വായിക്കുന്നു, എല്ലാവരും അവൻ്റെ ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല മനുഷ്യരും കാണത്തക്കവണ്ണമാണ് കർത്താവ് മഹത്വ പ്രത്യക്ഷതയിൽ ഭൂമിയിലേക്ക് വരുന്നത്. അത് ഭൂമിയിലേക്കാണ് വരുന്നത്. 3, സഭയുടെ മണവാളനായി അല്ലെങ്കിൽ മണവാട്ടിയെ മണവാളൻ സ്വീകരിക്കുവാൻ വേണ്ടി വരുന്നു റാപ്ചറിൽ. എന്നാൽ മഹത്വ പ്രത്യക്ഷതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കർത്താവ് ഭൂമിയിൽ രാജാവായിട്ട് വരുന്നു. ഇനി 4 കാര്യം, കർത്താവ് സഭയെ ചേർക്കാനായിട്ടാണ് റാപ്ചറിൽ ഉൽപ്രാവണത്തിൽ വരുന്നതെങ്കിൽ കർത്താവ് ലോകത്തെ ന്യായം വിധിക്കാനാണ് മഹത്വ പ്രത്യക്ഷതയിൽ ഭൂമിയിലേക്ക് വരുന്നത്. 5, റാപ്ചറിൽ അല്ലെങ്കിൽ ഉൽപ്രാവണത്തിൽ വിശ്വാസികൾ എടുത്തുകൊള്ളപ്പെടുകയാണ് ലോകത്തിൽ നിന്ന്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ന്യായവിധിയിൽ നിന്നുള്ള എടുക്കപ്പെടലാണ്. എന്നാൽ മഹത്വ പ്രത്യക്ഷതയിൽ ദുഷ്ടന്മാർ ന്യായവിധി നേരിടുകയാണ്. 6, ദൈവമക്കൾക്ക് ഇത് ആശ്വാസത്തിൻ്റെ സംഭവമാണ്. എന്നാൽ മഹത്വ പ്രത്യക്ഷതയിൽ ലോകത്തിന് ന്യായവിധിയുടെ സംഭവമാണ്. ലോകത്തെ സംബന്ധിച്ച് കർത്താവിൻ്റെ ആ പ്രത്യക്ഷത ലോകത്ത് വലിയൊരു ന്യായവിധി നടപ്പാക്കുന്നതിൻ്റെ അടയാളമാണ്. 7, സഭ സ്വർഗത്തിലേക്ക് പോകുന്നു റാപ്ചറിൽ. എന്നാൽ മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവ് ഭൂമിയിലേക്ക് വന്ന് രാജ്യം സ്ഥാപിച്ച് സഭ കർത്താവിനോടുകൂടെ ഭൂമിയിൽ വസിക്കുന്നു. 8, റാപ്ചറിൽ കർത്താവ് മധ്യാകാശത്തിലേക്കാണ്. റാപ്ചർ സംഭവിക്കുന്നത് മഹാപീഡനത്തിന് മുമ്പാണ്. അതുപോലെ തന്നെ മഹത്വ പ്രത്യക്ഷത മഹാപീഡനത്തിന് ശേഷമാണ്. 9 കാര്യം എന്ന് പറയുന്നത് റാപ്ചറിൽ അല്ലെങ്കിൽ ഉൽപ്രാവണ സമയത്ത് കർത്താവ് മധ്യാകാശത്തിലാണ് വരുന്നത്. എന്നാൽ മഹാപീഡന സമയത്ത് കർത്താവ് ഒലിവുമലയിലേക്കാണ് വരുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പഠനത്തിന് വേണ്ടി എഴുതി ഇടേണ്ട കാര്യങ്ങളാണ്. അല്പസമയം കൊണ്ട് 1-2 ഈ റാപ്ചറിനോട് ബന്ധപ്പെട്ട് നമ്മളെങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ അതിൻ്റെ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. റാപ്ചറിനെ കുറിച്ച് തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 തെസ്സലോനിക്കർ 4:13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 25 വരെയുള്ള വാക്യം ഈ ഉൽപ്രാവണത്തിൻ്റെ വെളിച്ചം, ദ ലൈറ്റ് ഓഫ് ജീസസ് കമ്മിങ്, യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ളൊരു പ്രഖ്യാപനമാണ് 5-ാം അധ്യായത്തിൽ പറയുന്നത്. അതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസിന് താൻ പ്രവർത്തിച്ചുണ്ടായ സഭകളെക്കുറിച്ചുള്ള വലിയ ഉന്നതമായ കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. കൊരിന്ത്യ സഭയെ സംബന്ധിച്ച് നമുക്കറിയാം ഒത്തിരി ന്യൂനതകളുള്ള ഒരു സഭയാണ്. എന്നാൽ ആ സഭയെ സംബന്ധിച്ച് 2-ാം ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 11-ാം അധ്യായത്തിൽ പൗലോസ് എന്താ പറയുന്നത്? ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുറവുകളൊക്കെ പരിഹരിച്ച് നിങ്ങളെ നിർമ്മല കന്യകയായി കർത്താവിൻ്റെ വരവിൽ ഏൽപ്പിക്കാനായിട്ടാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇവിടെ തെസ്സലോനിക്ക വിശ്വാസികൾ പറയുമ്പോൾ കർത്താവിൻ്റെ വരവിൽ പൗലോസിൻ്റെ പ്രവർത്തനത്തിനുള്ളതായ വളരെ മാതൃകയുള്ള നല്ലൊരു സഭയാണ് തെസ്സലോനിക്ക സഭയെന്ന് നമുക്കറിയാം. ആ സഭയോട് പറയുന്നത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾ അനിന്യരായി വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഈ 5-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടണമെങ്കിൽ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് അദ്ദേഹം പറയുകയാണ്. അത് ഓരോന്ന് ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞു പോകാം. 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത് 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരായിരിക്കുക. 1, കർത്താവിൻ്റെ വരവിൽ നാം അനിന്യരായി
വെളിപ്പെടണമെങ്കിൽ, ബഹുമാനത്തോടുകൂടെ നമ്മൾ വെളിപ്പെടണമെങ്കിൽ, ഒന്ന്, നമ്മൾ ഉണർന്നും സുബോധമുള്ളവരായിരിക്കുക. ഉണർവെന്ന് പറയുന്നത് ആത്മീകമായ ഉണർവിൻ്റെ കാര്യമാണ്. സ്പിരിച്വൽ റിവൈവൽ. ആത്മീകമായ കാഴ്ചപ്പാടുള്ളവരായി, ആത്മീക വളർച്ചയുള്ളവരായി, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായി, പ്രത്യാശയുള്ളവരായി, ലോകത്തിൻ്റെ പാഠങ്ങളിലേക്ക് പോകാതെ ജീവിക്കുന്നവരായി നമ്മൾ തീരണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, സുബോധമുള്ളവരായിരിക്കുക. സുബോധം എന്ന് പറയുന്നത് ഇപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ് സുബോധത്തെക്കുറിച്ച് ഈ അധ്യായത്തിൽ മാത്രം പറയുന്നത്. മറ്റു പല കാര്യങ്ങൾ സുബോധമുള്ളവരായി നമ്മൾ ഇരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് എല്ലാം പരിശോധിക്കാൻ നമുക്ക് നേരമില്ല. ഇവിടെ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദുരുപദേശങ്ങളിൽ നിന്ന് നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം. എന്താണ് ഈ കർത്താവിൻ്റെ വരവിനോട് ബന്ധപ്പെട്ടുള്ള ദുരുപദേശം? അന്നും ഇന്നും ദുരുപദേഷ്ടാക്കന്മാർ പ്രചരിപ്പിക്കുന്നത് സഭ മഹോദരവത്തിൽ കൂടെ കടന്നു പോകുമെന്നാണ്. പൗലോസ് ലേഖനം എഴുതിയ സമയത്ത് തെസ്സലോനിക്ക സഭയിലുള്ള സഭ അതിഭയങ്കരമായ പീഡനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അന്ന് ചില ദുരുപദേഷ്ടാക്കന്മാർ പറഞ്ഞു, നിങ്ങളെ കർത്താവ് മഹാപീഡനത്തിൽ കൂടെ കടന്നു. പ്രത്യേകിച്ച് തെസ്സലോനിക്ക സഭ ജാതികളിൽ നിന്ന് വന്നൊരു സഭയാണ്. മഹാപീഡനം യഹൂദന്മാർക്ക് വേണ്ടിയാണെന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു. എന്നാൽ അന്ന് ജാതികളായ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ട്രിബുലേഷനിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ പൗലോസ് അതിനെ കണ്ണിച്ചുകൊണ്ട് പറയുകയാണ്. അതിൻ്റെ 1-ാം വാക്യം വായിക്കണം. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതിയേറിയിപ്പാൻ ആവശ്യമില്ല. പൗലോസ് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ച ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ. എല്ലാ സഭകളും അദ്ദേഹം നന്നായി പഠിപ്പിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ റാപ്ചറിൻ്റെ കാലത്തിനെ സംബന്ധിച്ചും ട്രിബുലേഷൻ്റെ കാലത്തെ സംബന്ധിച്ചും മഹത്വ പ്രത്യക്ഷ ഇതെല്ലാം വ്യക്തമായി നമ്മളിന്ന് പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും അന്ന് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അന്നത്തെ സഭകളെ പഠിപ്പിച്ചതാണ്. എന്നിട്ട് അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. അന്ന് ഇവരെ ദുരുപദേഷ്ടാക്കന്മാർ വന്ന് പറഞ്ഞത്, നിങ്ങൾ കടന്നു പോകുന്നത് കർത്താവിൻ്റെ നാൾ, ഡേ ഓഫ് ദ ലോർഡാണ്. അപ്പോൾ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? പഴയ നിയമത്തിലുള്ളവർക്ക് വ്യക്തമായിട്ടറിയാം. കർത്താവ് യഹോവയുടെ ദിവസം എന്ന് പറയുന്നത് മഹാപീഡന കാലഘട്ടമാണ്. വെളിപ്പാട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന 70 ആഴ്ചവട്ടത്തിൽ 70-ാം ആഴ്ചവട്ടം എന്നറിയപ്പെടുന്ന ഇന്ന് ലോകത്തിലുള്ള യഹൂദന്മാരെ ശുദ്ധീകരിച്ചെടുക്കാൻ, അവരുടെ ഇന്ന് ശുദ്ധീകരിക്കപ്പെട്ട യഹൂദന്മാരല്ല, കഠിന ഹൃദയമുള്ള യഹൂദന്മാരാണ് ലോകത്തിലുള്ളവർ. കർത്താവിനെയാണ് അവർ ആദ്യം ക്രൂശിച്ച്, ഇന്നും അവർ ആ കഠിന ഹൃദയം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ അവരെ ശുദ്ധീകരിച്ച് അവരെ കൊള്ളാവുന്നവരാക്കി ആക്കി തീർക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് യാക്കോബിൻ്റെ കഷ്ടകാലം എന്നറിയപ്പെടുന്ന ട്രിബുലേഷൻ, മഹാപീഡന കാലം ദൈവം വെച്ചിരിക്കുന്നത്. ദൈവസഭയ്ക്ക് വേണ്ടിയിട്ടല്ല, അത് ലോകത്തിലെ യഹൂദന്മാർക്ക് വേണ്ടിയാണ്. ആ കൂട്ടത്തിൽ ലോകത്തിലുള്ളവരെല്ലാം ആ പരീക്ഷണങ്ങളിൽ ആ മഹാപീഡനത്തിൽ അല്ലെങ്കിൽ ആ ന്യായവിധിയിൽ ഉൾപ്പെടുമെന്നുള്ളത് വെളിപ്പാട് പുസ്തകം 3:10 നമ്മൾ ചിന്തിച്ചതാണ്. ഭൂമിയിൽ വസിക്കുന്നവർ മുഴുവൻ അതിൻ്റെ ആളുകളാവും. എന്നാൽ അത് ആ ഡേ ഓഫ് ദ ലോർഡ് ഇതിനെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. എന്ന് പറഞ്ഞാൽ കള്ളൻ രാത്രി വരുന്നത് എന്തിനാ? ആരെയും രക്ഷപ്പെടുത്താനല്ലല്ലോ. ലോകത്തിൽ വരാൻ പോകുന്ന ഒരു മഹാദുരന്തമാണ് യഥാർത്ഥത്തിൽ മഹാപീഡനം എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുക, നിങ്ങൾ നന്നായി അറിയുന്നല്ലോ. എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? മഹാപീഡനം ലോകത്തിലേക്ക് വരുന്നത് അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. എന്ന് പറഞ്ഞാൽ സഭയെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ഞാൻ പല പ്രാവശ്യമായി ക്ലാസ്സിൽ ഓർപ്പിച്ചു, ഒരടയാളവും കർത്താവ് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ സഭ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നത് അടയാളങ്ങൾ കണ്ടിട്ടല്ല. ആത്മമണവാളനായ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സഭ തയ്യാറാകുന്നത് അടയാളങ്ങൾ കണ്ടിട്ടല്ല തയ്യാറാകുന്നത്. അത് സഭയ്ക്ക് കർത്താവിനോടുള്ള സ്നേഹമാണ്. എന്നാൽ ഈ അടയാളങ്ങൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അടയാളങ്ങളെല്ലാം തന്നെ നമുക്കറിയാം, അത് മഹത്വ പ്രത്യക്ഷതയോട് ബന്ധപ്പെട്ടാണ്. അപ്പം ലോകത്തിൽ എല്ലാവരും സമാധാനമൊന്നും നിർഭയമൊന്നും പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പെട്ടെന്ന് റാപ്ചർ സംഭവിക്കും, സഭ ഈ ഭൂമിയിൽ നിറുക്കപ്പെടും. അപ്പോൾ പെട്ടെന്ന് പ്രസവവേദന, ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ റാപ്ചറിന് ശേഷം ഈ ലോകത്തിലേക്ക് ഭയങ്കരമായ ന്യായവിധി, ട്രിബുലേഷൻ കടന്നു വരും. എന്നിട്ട് അവിടെ പറയാ, അവർക്ക് തെറ്റിയൊഴിയാതല്ല. ഇവിടെ അവരെന്ന് ഉദ്ദേശിക്കുന്ന ലോകത്തിലുള്ള ആളുകളാണ്, രക്ഷിക്കപ്പെടാത്തവരാണ്. അവർക്ക് തെറ്റിയൊഴിയാവുന്നതല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്ന ആ കർത്താവിൻ്റെ നാളെന്ന് പറയുന്ന ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ള
ഇരുളിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധമുള്ളവരായിരിക്കുക. ഇവിടെ സുബോധം എന്ന് പറയുന്നത് ദുരുപദേശങ്ങളിൽ നിന്ന് ശ്രദ്ധയുള്ളവരായിരിക്കണം. നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രത്യാശ ഈ ദുരുപദേശം പിശാച് ചില ആളുകളിലൂടെ കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവസഭയെ ആത്മീകമായി തളർത്തുക, കൺഫ്യൂഷൻ ഉണ്ടാക്കുക. പിശാചിൻ്റെ ഏറ്റവും വലിയ പരിപാടിയാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മുടെ നിർമ്മലമായ വിശ്വാസത്തെയും പ്രത്യാശയും തകർത്ത് കർത്താവിനോടുള്ള സ്നേഹം വിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ സുബോധമുള്ളവരായിരിക്കും. 2, വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിൽ സുബോധമുള്ളവരായിരിക്കണം. അവിടെ 8-ാം വാക്യം വായിക്കുമ്പോൾ വിശ്വാസവും സ്നേഹമെന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കണം. ഇന്ന് ലോകം നേരിടുന്ന, അല്ലെ ദൈവമക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമല്ല, രോഗങ്ങളുടെ പ്രതിസന്ധിയല്ല. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയാണ്. നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസമില്ലായ്മയുടെ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സഭകളിലും കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ എന്തോ വേണം? സ്നേഹം എന്ന കവചം. അത് കർത്താവിനോടാണെങ്കിലും സഭയോടാണെങ്കിലും ദൈവവചനത്തോടാണെങ്കിലും ഉള്ള സ്നേഹം നമുക്കുണ്ടാകണം. അതിലൂടെ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. 2, അവിടെ വായിക്കുന്ന ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിച്ചെടുത്തിരിക്കുന്ന ആ രക്ഷയുടെ പ്രത്യാശയിൽ അടിയുറച്ചു നിൽക്കണം. നമ്മൾ രക്ഷയുടെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചത്, നമ്മൾ ന്യായവിധിയിൽ നിന്ന്, പാപത്തിൻ്റെ ശിക്ഷയിൽ നമ്മൾ വിടുതൽ പ്രാപിച്ചു. ഇന്ന് നമ്മൾ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഈ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. ആ 3rd ഫേസ് ഓഫ് ദ സാൽവേഷൻ, ആ സാൽവേഷൻ്റെ 3ാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഫേസിലേക്ക് നമ്മൾ നീങ്ങാൻ പോകുന്നതിൻ്റെ ഉറപ്പിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അതിൽ നിന്ന് താഴോട്ട് പോകാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. 1, ഇവിടെ കർത്താവിൻ്റെ വരവിൽ ബഹുമാനിക്കപ്പെടണമെങ്കിൽ, അനിന്ദ്യരായി വെളിപ്പെടണമെങ്കിൽ നാം ഉണർന്നും സുബോധമുള്ളവരായിരിക്കണം. അതൊന്നാമത്തെ കാര്യം. 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 2ാമത്തെ കാര്യം, ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. 2ാമത്, കർത്താവിൻ്റെ വരവിൽ നമ്മൾ ആദരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ആത്മീക വർധനയുള്ളവരായി ജീവിക്കണം. സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീക വർധന. രക്ഷിക്കപ്പെട്ട അന്നത്തെ അതേ അവസ്ഥയിൽ ഇന്നും ഇരിക്കാൻ പറ്റത്തില്ല. സഭയ്ക്ക്, ദൈവമക്കൾക്ക് ഒരു ആത്മീകമായ വർധന ഉണ്ടാകണം. ഞാനതൊരു വലിയ സബ്ജക്റ്റാണ്, ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിലിവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഏതാണ്ട് ഞാൻ 7 കാര്യങ്ങൾ സ്പിരിച്വൽ ഗ്രോത്തിനെ സംബന്ധിച്ച് ഞാനൊരു ക്ലാസ് തയ്യാറാക്കിയിട്ട് അത് പഠിച്ചിട്ടുണ്ട്. എനിക്കൊരു പഠനമുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്ന ആത്മീക വളർച്ചയ്ക്ക് ഒരു കാര്യം ഇവിടെ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിക്കുക. ദൈവമക്കൾ തമ്മിൽ സംസാരിക്കേണ്ടത്, ദൈവമക്കൾ തമ്മിൽ പ്രബോധിപ്പിക്കേണ്ടത് ലോകകാര്യങ്ങളല്ല, വടക്കുണ്ടാക്കുന്ന കാര്യങ്ങളല്ല, പ്രഷർ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല, ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളല്ല, ഭരണാധിപന്മാരുടെ കാര്യങ്ങളല്ല. നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ ദൈവവചനമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കട്ടപ്പനയിൽ നിന്ന് ഒരിക്കൽ യാത്ര ചെയ്ത് വന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ എൻ്റെ സീറ്റിൻ്റെ ഫ്രണ്ടിലിരുന്ന 2 ചെറുപ്പക്കാർ ഒരു പ്രത്യേക ഏതോ ഒരു സഭയുടെ മീറ്റിംഗ് കഴിഞ്ഞ് പോവുകയാണ്. അവർ കട്ടപ്പന മുതൽ അവരിറങ്ങിയത് മുണ്ടക്കയം കഴിഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ വരെ ആ ക്ലാസ്സുകളിൽ കേട്ട വചനം അവർ പോസിറ്റീവായിട്ടാണ്, നെഗറ്റീവായിട്ട് സംസാരിക്കുകയില്ല. ആ ക്ലാസ്സിനെ കുറിച്ച് നമ്മളെല്ലാവരും ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്തൊക്കെ നെഗറ്റീവ്സാണ് നമ്മൾ പറയുന്നത്, നമ്മളത് കണ്ടുപിടിക്കാൻ തന്നെയാണല്ലോ ഇരിക്കുന്നത്. ഒരാൾ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗിക്കുന്ന ആളിൽ നിന്ന് ആത്മീകമായ പ്രയോജനം കിട്ടാൻ വേണ്ടിയല്ല ഇരിക്കുന്നത്, എന്തൊക്കെ കുറ്റങ്ങളുണ്ടെന്ന് കണ്ട് നെഗറ്റീവ്സ് കണ്ടുപിടിക്കാനായിട്ടിരിക്കുക. എന്നാൽ ഈ ചെറുപ്പക്കാരെ കുറിച്ച് എനിക്ക് അത്ഭുതം തോന്നി. അവർ ആ ഇറങ്ങിയ സ്ഥലം വരെ അവർ ആ വിഷയത്തിൻ്റെ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ കേട്ട ക്ലാസ്സുകൾ അവർ തന്നെ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യുകയും പറയുകയും ചെയ്യും. വളരെ എനിക്ക് സന്തോഷം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മൾ എത്രമാത്രം അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ആത്മപരിശോധന നടത്തണം. വിശ്വാസികൾ തമ്മിൽ ഏത് തരത്തിലുള്ള പ്രബോധനമാണ് നടത്തുന്നത് എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക. 2ാമത്തെ കാര്യം, തമ്മിൽ ആത്മീക വർധന വരുത്തി പോകണം. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് 12-13 വാക്യമാണ്. അവിടെ വായിക്കുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും
പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ അപേക്ഷയായിട്ട് പൗലോസ് പറയുകയാണ്. എന്താ? ദൈവസഭയുടെ പരിപാലനത്തിന് വേണ്ടി ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്ന ലീഡേഴ്സ് അല്ലെങ്കിൽ ആത്മീക നേതൃത്വത്തെ, സുവിശേഷകന്മാരായാലും മൂപ്പന്മാരായാലും ഉപദേഷ്ടകന്മാരായാലും ശുശ്രൂഷകന്മാരായാലും അവരെ ദൈവമക്കൾ ഏറ്റവും ബഹുമാനിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരുടെ വേല ദൈവത്തിൻ്റെ വേലയാണ് എന്ന് മനസ്സിലാക്കി ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് അവിടെ പറഞ്ഞിരിക്കുക. അപ്പോൾ 1, ഉണർന്നു സുബോധമുള്ളവരായിരിക്കുക, 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ. 2, ആത്മീക വർധന വരുത്തി പോവുക, 5-ാം അധ്യായത്തിൻ്റെ 11. 3, ദൈവസഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെ ബഹുമാനിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുക, 5-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യം. 4-ാമത്തെ കാര്യം എന്ന് പറഞ്ഞ 14-15 വാക്യമാണ്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. അവിടെ വായിക്കുന്ന സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ ഇരുപ്പാൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും. 3, എല്ലാവരോടും തമ്മിൽ സമാധാനമായിരിക്കുക, 14-15 വാക്യം. തമ്മിൽ സമാധാനമായിരിക്കണം. എന്തൊക്കെ ചെയ്യണം? 1, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം. 2, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. 3, ബലഹീനരെ താങ്ങണം. 4, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. നമുക്കറിയാമല്ലോ, നമുക്കൊരാളോട് വൈരാഗ്യം തോന്നിയാൽ, ആ പക നമ്മുടെ ഉള്ളിൽ കിടന്നാൽ അവർക്ക് വേണ്ടി അവരെ നമ്മൾ ഏത് തരത്തിലും ആക്രമിക്കാൻ നമ്മൾ ശ്രമിക്കും. ദൈവമക്കളും ശ്രമിക്കും. കാരണം നമ്മളിലും സകല ദുഷ്ടതയും ഉണ്ട് എന്ന് പത്രോസിന്റെ ലേഖനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് 4-ാമത്തെ കാര്യം, തമ്മിൽ സമാധാനമായിരിക്കുക. അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ഒരു സഭകളിലും പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, ഉള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും നമുക്ക് സാധിക്കും. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷിക്കുക. എപ്പോഴും സന്തോഷിക്കുക. 16-17 വാക്യം, അതുപോലെ തന്നെ 18-25 വാക്യം നമ്മളിവിടെ വായിക്കുന്നത്. സമയം പോലെ ഞാൻ ഓടിച്ചു പറയുകയാണ്. 16-17 വാക്യം വായിക്കുമ്പോൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. കർത്താവിൽ എന്ന് പറഞ്ഞിട്ടില്ല, എപ്പോഴും സന്തോഷിപ്പിൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിൽ നമുക്കറിയാമല്ലോ, അവിടെ ഫിലിപ്പ് ലേഖനത്തിൽ നമുക്കറിയാമല്ലോ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നാലും, രോഗങ്ങൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, ദുരിതങ്ങൾ വന്നാലും എപ്പോഴും ഒരു ആത്മീക സന്തോഷമുള്ളവരായി നമ്മൾ ഇരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? 1, ഇടവിടാതെ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തോട് നമ്മുടെ ആപ്ലിക്കേഷൻസ് കൊടുക്കുക എന്നുള്ള മാത്രമല്ല, പ്രാർത്ഥനയിലൂടെ നമുക്ക് കർത്താവുമായി ദൃഢമായിരിക്കുന്ന ഒരു ബന്ധം ഉണ്ടാകുകയാണ്. കർത്താവുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന. അത് ഇടവിടാതെ പ്രാർത്ഥിക്കണം. ആ ബന്ധം എപ്പോഴും സൂക്ഷിക്കണം. 3, എല്ലാ സ്തോത്രം ചെയ്യണം. നമുക്കറിയാം, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതിൽ നമ്മൾ എപ്പോഴും സ്തോത്രം ചെയ്യണം. 3, അവിടെ വായിക്കുന്നത് ദൈവഹിതപ്രകാരം ജീവിക്കണം. ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുവിൽ ദൈവേഷ്ടം, അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ്. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഓർപ്പിച്ചല്ലോ, നമ്മൾ താന്താങ്ങൾക്കുള്ളവരല്ല, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ ക്രിസ്തുവിനുള്ളവരെന്ന നിലയിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് എപ്പോഴും സന്തോഷിക്കാൻ കഴിയുള്ളൂ. അതാണ് 5-ാമത്തെ കാര്യം, എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുക. 6-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവവചനത്തെയും ദൈവാത്മാവിനെയും തുച്ഛീകരിക്കരുത്. 19 മുതൽ 21 വരെയുള്ള വാക്യം അവിടെ വായിക്കുന്നത്, ആത്മാവിനെ കെടുക്കരുതെന്ന് പറഞ്ഞാൽ ആത്മാവിനെ കൊഞ്ചിനോട്ട് ഇല്ലാതാക്കുക. അതായത് ആത്മാവിനെ കെടുക്കരുതെന്ന് പറഞ്ഞാൽ ആത്മാവിനെ നശിപ്പിക്കുക എന്നുള്ളതല്ല, ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ ഇല്ലാതെയാക്കരുത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ ഭയപ്പെടുന്നൊരു വാക്യമുണ്ടല്ലോ, ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലവും മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മളോട് വാദിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നത്, തെറ്റുകളെക്കുറിച്ച് ഓർമ്മ വരുന്നത്, വചനം നമുക്ക് മനസ്സിലാകുന്നത്, വചനം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. പരിശുദ്ധാത്മാവാണ് സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തുന്നത്, പരിശുദ്ധാത്മാവാണ് വചനം നമ്മളെ അറിയിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, ഗൈഡൻസ് തരുന്നത്. ആ പരിശുദ്ധാത്മാവിന് ചെയ്യുമ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ സദാകാലവും പരിശുദ്ധാത്മാവ് വാദിക്കില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ ഇല്ലാതെ വന്നാൽ നമ്മൾ ദുഷ്ടമനുഷ്യരായി മാറുമെന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ആത്മാവിനെ കെടുക്കരുത്. 2, പ്രവചനം അല്ലെങ്കിൽ ദൈവവചനം തുച്ഛീകരിക്കരുത്. ദൈവവചനം തുച്ഛീകരിക്കുക. നമ്മൾ പലപ്പോഴും ആര് പ്രസംഗിച്ചാലും, സഭയിൽ നമുക്കറിയാമല്ലോ, പ്രസംഗിക്കാൻ കഴിവുള്ളവരുണ്ട്, നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവർ പ്രസംഗിക്കുന്നുണ്ട്, സാധാരണ സഹോദരന്മാരൊക്കെ പ്രസംഗിക്കും. ഒരു സഭയിലെ ചെറിയൊരു യുവ സഹോദരനാണെങ്കിൽ വന്നൊരു വചനം പറയുമ്പോൾ ആ വചനം ദൈവവചനമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം.
നമുക്കറിയാമല്ലോ, വലിയ പ്രസംഗകരൊക്കെ പറയുന്നതിനേക്കാളൊക്കെ എത്രയോ മനോഹരമായ ഞങ്ങളുടെ സഭയിലെ യുവ സഹോദരന്മാർക്കൊക്കെ മാസത്തിലൊരിക്കൽ പ്രസംഗിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്. അവിടെ ആ സഹോദരന്മാർ ദൈവവചനം പഠിച്ചിട്ട് വന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എടാ നമ്മൾ ഇത്രയും ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ച് ഇത്രയും ദൈവശാസ്ത്രം പഠിച്ചിട്ട് ഈ ചിന്തകളൊന്നും പരിശുദ്ധാത്മാവ് നമുക്ക് തന്നില്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തർക്കും ഓരോ വചനത്തെക്കുറിച്ചും നല്ല ചിന്തകൾ കൊടുക്കുക. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ അയ്യോ അത് മോശമായി പോയല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തുച്ഛീകരിക്കുന്ന, അത് വചനത്തെ തുച്ഛീകരിക്കുന്നത് ആത്മാവിനെ തുച്ഛീകരിക്കുന്നതിന് തുല്യമാണ്. വചനത്തെ തുച്ഛീകരിക്കരുത്. അടുത്തത് സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക. നമുക്ക് വചനം കേൾക്കുമ്പോൾ അതിൽ നല്ലത് മുറുകെ പിടിക്കാനായിട്ട് കഴിയണം. എന്നിട്ട് അടുത്തത് എന്താ? സകലവിധ ദോഷവും വിട്ടകലണം. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ദൈവവചനത്തെയും ദൈവാത്മാവിനെയും തുച്ഛിക്കുന്നവർക്ക് ഒരു നന്മയും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല അവർക്കൊരു ദോഷവും വിട്ടകലാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ആറാമത്തെ കാര്യം, ദൈവവചനത്തെയും ദൈവാത്മാവിനെയും നന്മനെയും തുച്ഛീകരിക്കരുത് എന്നുള്ളതാണ്. ഏഴാമത്തെ കാര്യം ഒറ്റ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത്തിൽ അന്യമായി വെളിപ്പെടാൻ ആയിട്ട് അവിടെ വായിക്കുന്നത്, ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല എന്ന് തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണ പ്രക്രിയ നടക്കണം. അത് വചനത്താലുള്ള ശുദ്ധീകരണമുണ്ട്, ആത്മാവിനാലുള്ള ശുദ്ധീകരണമുണ്ട്, ദൈവത്തിൻ്റെ ബാലശിക്ഷയാലുള്ള ശുദ്ധീകരണമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും ജീവിതത്തിൽ നേരിടുന്ന ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളെക്കുറിച്ചുള്ള യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്ന, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ്. കഷ്ടത അനുഭവിക്കുന്നെങ്കിൽ, ടെംപ്റ്റേഷൻ അനുഭവിക്കുന്നെങ്കിൽ, പ്രലോഭനം അനുഭവിക്കുന്നെങ്കിൽ, പ്രതികൂലം അനുഭവിക്കുന്ന നിങ്ങൾ ഭാഗ്യവാനാണ്. എന്താ കാരണം? കർത്താവ് നമ്മളെ കൊള്ളാവുന്നവരാക്കി അതിലൂടെ തീർക്കുകയാണ്. മാത്രമല്ല നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുകയാണ്, അവർക്ക് ജീവകിരീടം ലഭിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്ന ആരും പറയരുത്. നമ്മൾ ഈ ഭൂമിയിൽ കടന്നു പോകുന്ന വിവിധങ്ങളായ ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ അതൊക്കെ നമ്മുടെ ശുദ്ധീകരണത്തിന് മുഖാന്തരമായി തീരട്ടെ. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു. അതുകൊണ്ട് ഈ റാപ്ചറിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കാം, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത ക്ലാസ് ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നുള്ളൊരു വിഷയമാണ്. അത് എല്ലാവരും കേൾക്കാനായിട്ടിടയാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.